ഇനിയിപ്പോൾ ഇത് OTT വന്നു കഴിഞ്ഞിട്ട് ഇത് ക്രിഞ്ചെന്ന് വിളിക്കാനുള്ള ആൾക്കാരും കാണും. പോകുന്നതെന്ന് അറിയത്തില്ല. 3 മണിക്കൂറുണ്ടാവുള്ളൂ. 3 മണിക്കൂർ ശരിക്കും പറഞ്ഞാൽ ആ സമയം പോകുന്നൊന്നും അറിയത്തൊന്നുമില്ല. 96-ന് ശേഷം വരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് അതുപോലത്തെ ഇല്ലെങ്കിൽ ബാക്കിയുള്ളവരെ വെറുപ്പിക്കാതിരിക്കുക. കീപ് ദി ഒപ്പീനിയൻസ് ടു യുവർ സെൽഫ്. അങ്ങനെ കാർത്തി അരുൺ സ്വാമി കൂട്ടുകെട്ടിൽ വരുന്ന മെയ്യുടെ റിലീസായി 2-ാം ദിവസമാണ്. അപ്പോൾ ആദ്യ ദിവസം സിനിമയ്ക്ക് മികച്ച റിപ്പോർട്ടായിരുന്നു. അപ്പോൾ 2-ാം ദിവസം സിനിമയുടെ റിപ്പോർട്ടിൽ അറിഞ്ഞും അറിയാതെ എന്തായാലും പ്രശ്നം വരുന്നില്ല. അവരോട് ചോദിക്കാം സിനിമ എങ്ങനെയുണ്ടെന്നുള്ളത്. എല്ലാം കൊള്ളായിരുന്നു. തിയേറ്ററിൽ തന്നെ കാണാം. നല്ല പടം. ഫീൽഡ് ഗുഡ് പടം അങ്ങനെയാണോ? ഫീൽ ഗുഡാണ്. 96-ന് ശേഷം ഏറെക്കുറെ അതുപോലത്തെ ഒരു സിമിലർ കൈൻഡ് ഓഫ് സാധനം വരുന്നുണ്ടെങ്കിലും നല്ല രസമാണ് തിയേറ്ററിൽ കാണാം. എല്ലാവരും നല്ല അഭിനയിച്ചു. മ്യൂസിക്കാണ് ഏറ്റവും എനിക്കിഷ്ടം. മ്യൂസിക്കാണ് ഏറ്റവും നന്നായിട്ട്. നല്ല പടമാണ് ബ്രോ. ഫീൽ ഗുഡ് മൂവിയാണ്. 96-ന് ശേഷം വരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് അതുപോലത്തെ ഒരു തീമിൽ പോകുന്ന മൂവിയാണ്. ഒരു നാട്ടിൻപുറം കഥ. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. കൊള്ളാം. വന്ന് കാണുന്നതിൽ നഷ്ടമില്ല. ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ പടം. കാർത്തിയുടെ എല്ലാവരും ആക്ടിങ് അടിപൊളിയാണ്. ഡയറക്ഷൻ പ്രേംകുമാർ ഓക്കെയാണ്. സമയം പോയത് അറിഞ്ഞില്ല. നല്ല പടം. നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. ഫാമിലി സൂപ്പർ. നല്ല നല്ല ശരിക്കും പറഞ്ഞാൽ ഒരു 96-ന് ശേഷം ഇങ്ങനെ ഒരു പടം വരുന്നത് ഒറ്റവാക്കി പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. അതിൽ കൂടുതൽ എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. കാർത്തിയും അരുൺ സ്വാമിയും ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. കൺഫേം ടിക്കറ്റ് എടുക്കുക, കാണുക, എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. 3 മണിക്കൂർ എങ്ങനെയാണ്? പോകുന്നതെന്ന് അറിയത്തില്ല. 3 മണിക്കൂറുണ്ടാവുള്ളൂ. 3 മണിക്കൂർ ശരിക്കും പറഞ്ഞാൽ ആ സമയം പോകുന്നൊന്നും അറിയത്തൊന്നുമില്ല. എൻഗേജിങ് ആണ്, ബ്യൂട്ടിഫുൾ ആണ്, അത്രേ ഉള്ളൂ. അത് നമ്മളങ്ങനെ പൊട്ടിക്കരയുക എന്നുള്ളതല്ല. ഒരു ഇമോഷണൽ പേഴ്സൺ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അറിയാതെ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു പോകും. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. വെൽ റിട്ടൺ, വെൽ ഷോട്ട്. മ്യൂസിക് വൈസ് വലിയ രീതിയിൽ എലിവേഷൻ ഇല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് വെരി ബാലൻസ്ഡ്. അത് തന്നെയാണ്. 3 മണിക്കൂർ പോകുന്ന അറിയത്തില്ല. അടിപൊളി. ഫീൽ ഗുഡ് ടൈപ്പ് അങ്ങനെ തന്നെയാണോ പോകുന്നത്? അത്യാവശ്യം നല്ലൊരു വൈബ് പടമാണ്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഒപ്പീനിയൻസ് ഉണ്ട്. പിന്നെ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയുന്നത് ശരിയല്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഇത് OTT വന്നു കഴിഞ്ഞിട്ട് ഇത് ക്രിഞ്ചെന്ന് വിളിക്കാനുള്ള ആൾക്കാരും കാണും. സോ അതിനെപ്പറ്റി വലിയ അഭിപ്രായമില്ല. കാണുക, എൻജോയ് ചെയ്യുക. എൻജോയ് ചെയ്യില്ലെങ്കിൽ ബാക്കിയുള്ളവരെ വെറുപ്പിക്കാതിരിക്കുക. കീപ് ദി ഒപ്പീനിയൻസ് ടു യുവർ സെൽഫ്. ജോക്കൊക്കെ കൊള്ളാം ബ്രോ. നല്ല പടം. നല്ല ഫീൽ ഗുഡ് സ്ലോ പേസ്ഡ് പോയറ്റിക് പടം. നല്ല പടം.